കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിൽ ജലസംഭരണിയുടെ കോൺക്രീറ്റ് അടർന്നു വീണു. കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയാണ് ഭാഗികമായി തകർന്നത്. ജലസംഭരണിയിലെ വെള്ളം 2 വീടുകളുടെ മുറ്റത്തേക്കാണ് ഒഴുകിയെത്തിയത്. വിവരങ്ങളുമായി ദിസ്ന സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. ദിസ്ന, എന്താണ് സംഭവിച്ചത്? രാഗി, കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിലാണ് ഇത്തരത്തിൽ ജലസംഭരണിയുടെ കോൺക്രീറ്റ് പാളി അടർന്നു വീണിട്ടുള്ളത്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ജലസംഭരണിയാണ്. ഒരു 100-ലധികം കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്ന ജലസംഭരണിയാണ് എന്ന് തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ നാട്ടുകാർ ഉൾപ്പെടെ പറയുന്നത് 30 വർഷത്തെ പഴക്കമാണ് ഈ ജലസംഭരണിക്ക് നിലവിലുള്ളത്. ഇതിൽ പ്രധാനമായും ഇന്ന് പുലർച്ചെ 3:30 ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. എന്തായാലും അതായത് 2 വീടുകളിലേക്കാണ് ഈ വെള്ളം കുതിച്ചു കയറിയത്. അതിലൊരു വീട്ടിലെ നിർത്തിയിട്ടിരുന്ന ബൈക്കൊക്കെ തന്നെയും ചെളിയിൽ അമർന്ന അവസ്ഥയിലാണ് നിലവിലുള്ളത്. എന്തായാലും മറ്റ് നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നത് ഏറെ ആശ്വാസകരമാണ്. 50,000 ലിറ്റർ കപ്പാസിറ്റിയുള്ള ജലസംഭരണിയാണ് ഭാഗികമായി തകർന്നിട്ടുള്ളത്. രാഗി, ശരി ദിസ്ന, കോഴിക്കോട് എരഞ്ഞിപ്പറമ്പിലാണ് സംഭവം നടന്നത്. ജലസംഭരണിയുടെ കോൺക്രീറ്റ് അടർന്നു വീണു. കുടിവെള്ള പദ്ധതിയുടെ ജലസംഭരണിയാണിത്. ഈ ജലസംഭരണി ഭാഗികമായി തകർന്നപ്പോൾ ജലസംഭരണിയിലെ വെള്ളം 2 വീടുകളുടെ മുറ്റത്തേക്കാണ് ഒഴുകി എത്തിയത്. ദിസ്ന സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.